മുനമ്പം ഭൂസംരക്ഷണ സമിതി രണ്ടാം ഘട്ട സമരം ആരംഭിച്ചു. 200-ാം ദിവസം പിന്നിട്ട സമരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകമായി പിന്തുണ ഇല്ലെന്നാണ് സമരസമിതിയുടെ പുതിയ നിലപാട്. ആര് സഹായിക്കുന്നുവോ അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന നിലപാടിലാണ് സമരക്കാർ. മുനമ്പം ഭൂസംരക്ഷണ സമരത്തിൽ ബിജെപിക്ക് വലിയ സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്. വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ടായി. കൂടാതെ LDFന്റെയും UDFന്റെയും പ്രതീകാത്മക കോലം കടലിൽ മുക്കിത്താഴ്ത്തുന്ന പ്രതിഷേധ പരിപാടികളടക്കം മുനമ്പത്ത് അരങ്ങേറി. വഖഫ് ഭേദഗതി നിയമത്തിലൂടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുമെന്നാണ് സമരസമിതി വിലയിരുത്തിയത്. എന്നാൽ സമരസമിതി പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തിയെങ്കിലും പ്രശ്നം എപ്പോൾ പരിഹരിക്കുമെന്നതിന് കൃത്യമായ ഒരു സമയപരിധി പറഞ്ഞില്ല. വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച സമരസമിതി നിരാശ പ്രകടിപ്പിച്ച് രംഗത്തെത്തി. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വന്നതോടുകൂടിയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായി മാത്രം നിലപാട് സ്വീകരിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സമരസമിതി എത്തിയത്. സമരത്തിൽ രാഷ്ട്രീയമില്ലെന്നും തങ്ങളെ ആര് സഹായിക്കുന്നുവോ അവരെ പിന്തുണയ്ക്കുമെന്നതാണ് സമരക്കാരുടെ പുതിയ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾക്ക് ആ നിയമം നിർമ്മിക്കുന്ന സമയത്ത് സഹായിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ സഹായിക്കേണ്ടി വന്നപ്പോൾ അത് BJP രാഷ്ട്രീയം ഇവിടെ കളിക്കുകയാണെന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നില്ല. എല്ലാവരും രാഷ്ട്രീയമുള്ളവരാണ്. ഇവിടെ INDSൽ ജോലി എടുക്കുന്നവരുണ്ട്, CATയിൽ ജോലി എടുക്കുന്നവരുണ്ട്, BMSൽ ജോലി എടുക്കുന്നുണ്ട്, പല ഫാമിലീസും. അപ്പോൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരിക്കലും നിൽക്കുകയില്ല. കൂടാതെ സമരം സംസ്ഥാന വ്യാപകമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മുനമ്പം പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയെയും കാണാൻ സമരസമിതി ശ്രമിക്കുന്നുണ്ട്. നിയമ ഭേദഗതിയിൽ ഇപ്പോഴും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഏതളവിലാണ് തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിയമം ഗുണം ചെയ്യുക എന്നതിൽ സമരസമിതിക്കും വ്യക്തതയില്ല. ന്യൂസ് മലയാളം, കൊച്ചി.